ജനശക്തി പാർട്ടി രാംവിലാസ് പസ്വാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടിയുടെ നേതാക്കന്മാർ ഇന്നിവിടെ നടത്തുന്ന ഈ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ശ്രീ പ്രശാന്ത് വെള്ളായണി, ശ്രീ അരുൺ സുകുമാരൻ, ശ്രീ ബിജു ആർജി, ഡോക്ടർ അജീഷ് അവർകൾ, ശ്രീമതി മിനി റീജ വിനോദ്, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ ബെവിൻ സാം, ശ്രീ സജി നായർ തുടങ്ങി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നിതിൻ രാജ് കേരളത്തിൻ്റെ ഒരു നോവാണ്, ദുഃഖമാണ്, വേദനയാണ്. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളുമായി പഠനത്തിനായിട്ട് കണ്ണൂരിലേക്ക് വണ്ടി കയറിയ ആ നിതിൻ രാജിൻ്റെ നിശ്ചലമായിട്ടുള്ള ശരീരമാണ് തിരിച്ചു വന്നത്. അതിന് കാരണം അന്വേഷിക്കുന്ന സമയത്ത് നവോത്ഥാനത്തിൻ്റെയും അതോടൊപ്പം തന്നെ പുരോഗമനത്തിൻ്റെയും ഒക്കെ വലിയ അവകാശവാദങ്ങൾ പുരപ്പുറത്ത് കയറി നിന്ന് കൂകി വിളിക്കുന്ന, കേരളത്തെ ലജ്ജിപ്പിക്കുന്ന, കേരളത്തെ അപമാനിപ്പിക്കുന്ന, നാണിപ്പിക്കുന്ന സംഭവങ്ങളാണ് അതിൻ്റെ പിന്നിലെന്ന് നമ്മൾ മനസ്സിലാകും. ജാതി വിവേചനവും വർണ്ണവെറിയും ഇന്നും ഈ കേരളത്തിൽ നശിച്ചിട്ടില്ല എന്ന് നമ്മളോട് ആവർത്തിച്ച് കേരളത്തിലെ പൊതുസമൂഹം പ്രഖ്യാപിക്കുകയാണോ എന്ന ഉത്കണ്ഠയാണ് നമുക്കുള്ളത്. ഒരു കോളേജിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന കുട്ടിയെ ജാതീയപരമായിട്ട് അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും അപമാനിക്കുകയും അവനെ സ്വന്തം ജീവിതം തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ നടക്കുന്നത് ബീഹാറിലല്ല, ഉത്തർപ്രദേശിലല്ല, ഈ കേരളത്തിലാണ്. ഈ കേരളത്തിൽ മഹാത്മാ അയ്യങ്കാളിക്ക് ജന്മം നൽകിയ കേരളത്തിൽ, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യാ ഗുരുവും ഒക്കെ നേതൃത്വം നൽകിയ നവോത്ഥാനത്തിൻ്റെ ഉദാത്തമാർന്ന ചിന്തകൾ ഉയർത്തിപ്പിടിച്ച കേരളത്തിൽ, അതുപോലെ തന്നെ അശരണരും അവർണരുമായിട്ടുള്ള ആൾക്കാർക്ക് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വേണ്ടി നേതൃത്വം നൽകിയ നവോത്ഥാനത്തിൻ്റെ കേരളത്തിൽ, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയ കേരളത്തിൽ, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശന വിളംബരത്തിനും വേണ്ടി പടപൊരുതിയത് കേവലം അധകൃതരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജനത മാത്രമല്ല, സവർണരെന്ന് വിശേഷിക്കപ്പെട്ട ആൾക്കാർ ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഈ കേരളത്തിൻ്റെ നവോത്ഥാനവും അതോടൊപ്പം തന്നെ ഈ ജാതി വർണ്ണ വിവേചനത്തിനെതിരായിട്ടുള്ള മുന്നോട്ട് പോക്കും സാക്ഷാത്കരിച്ചത്. അങ്ങനെയുള്ള കേരളത്തിൽ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങൾ 70 വർഷം പിന്നിടുന്ന സമയത്ത് പഴയ പ്രാകൃതമാർന്ന ചാതുർവർണ്ണ്യത്തിൻ്റെ ആ അവശേഷിപ്പുകൾ 70 വർഷം പിന്നിട്ട ജനാധിപത്യ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയാൽ അവർക്ക് അവരുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഇന്ന് നമ്മൾ ഈ ഉപവാസ സമരം ഇവിടെ അനുഷ്ഠിക്കുമ്പോൾ. ഈ നിതിൻ രാജിൻ്റെ കൊലയാളികൾ ഇന്ന് കോടതിയുടെ മുമ്പിൽ ജാമ്യത്തിനായിട്ട് നിൽക്കുകയാണ്. തലശ്ശേരി സെഷൻസ് കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി നിൽക്കുന്ന ആ പ്രതികളെ സംരക്ഷിക്കാനുള്ള നടപടികൾ ചില ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ദുഃഖകരമായിട്ടുള്ള ഒരു സത്യമാണ്. അവരെ സംരക്ഷിക്കാൻ എന്ത് നടപടികളാണ് എടുത്തിരിക്കുന്നത്? അവിടെ ജാതിവരിയല്ല ഉണ്ടായിരിക്കുന്നത്. കേവലം ഒരു ലോൺ ആപ്പിൻ്റെ വിഷയമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമമാണ് ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില ആൾക്കാർ ഒരുമിച്ച് ചേർന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോൺ ആപ്പല്ല, അതിനപ്പുറം ജാതിവരി തന്നെയാണ് എന്ന് ആവർത്തിച്ച് കുടുംബവും ബന്ധുക്കളും പറയുന്ന സമയത്ത്, സഹപാഠികൾ പറയുന്ന സമയത്ത്, അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ പറയുന്ന സമയത്ത് അതിനോട് ഒരു അവഗണനയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളെ അവജ്ഞയോടുകൂടി തള്ളിക്കൊണ്ട് വേറെ രീതിയിലേക്ക് കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ശ്രമങ്ങൾ ഭരണകൂടം നടത്താൻ പാടില്ല. ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കലാണ്. ആ തുല്യനീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള സംവിധാനം വേണം. ഞങ്ങൾ ഇവിടുത്തെ സർക്കാരിനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നിതിൻ രാജിൻ്റെ ആത്മാവിന് നീതി നിഷേധിക്കാനുള്ള അവകാശമില്ല. ആ ആത്മാവിന് നീതി ലഭ്യമാക്കണം.
ആ കുടുംബത്തിന് നീതി ലഭ്യമാക്കണം. ആ കുടുംബത്തെ പൂർണ്ണമായി സംരക്ഷിക്കാൻ ഈ നാട് തയ്യാറാകണം. ഈ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഇന്ന് നിതിൻ രാജിന്റെ നാട്ടിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ആ ജീവന്റെ നഷ്ടത്തിന് പകരമായിട്ടൊന്നുമില്ല, പക്ഷെ ഏറ്റവും കുറഞ്ഞത് 10 കോടി രൂപയെങ്കിലും ആ കുടുംബത്തിന് കൊടുത്താലും ആ നഷ്ടത്തിന് പരിഹാരമല്ല എന്ന് അവിടുത്തെ ആക്ഷൻ കൗൺസിൽ മുന്നോട്ട് പറഞ്ഞിരിക്കുകയാണ്. ആക്ഷൻ കൗൺസിൽ നിതിൻ രാജിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ നാട്ടിൽ ഭരണകൂടത്തിന്റെ ഇത്തരത്തിലുള്ള പിടിപ്പുകേട് കാരണം ഭരണകൂടത്തിന്റെ നീതി നിഷേധത്തിനെതിരായി, ആ നീതി നിഷേധത്തിന്റെ ഫലമായിട്ട് മരണപ്പെടുന്ന ഓരോ യുവാവിനും ഇതുപോലെയുള്ള ആ കുടുംബത്തിന് ഇതുപോലെയുള്ള സഹായങ്ങൾ പ്രഖ്യാപിക്കപ്പെടേണ്ടതാണ്. തിരുവനന്തപുരം ലോക്ജനശക്തി പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും കേരള ലോക്ജനശക്തി പാർട്ടി കേരളയുടെ വനിതാ വിങ്ങും ലോക്ജനശക്തി പാർട്ടി മെഡിക്കൽ വിങ്ങും ചേർന്നാണ് സെക്രട്ടറിയുടെ നടയിൽ ഈ നിരാഹാര സമരം ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്പർ 1 കേരളം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് വിദ്യാഭ്യാസത്തിലായാലും എല്ലാം അവകാശപ്പെടുമ്പോഴും ഇന്നും ജാതിക്കോമനങ്ങൾ തുള്ളിയാടുന്ന വിദ്യാകേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്ന് പറയുന്നത് വളരെ ലജ്ജാകരമായ ഒരു കാര്യമാണ്. ഒരുപാട് പ്രാവശ്യം കഠിനാധ്വാനം ചെയ്ത് സ്കൂൾ പഠനകാലത്ത് തന്നെ തനിക്ക് ഒരു ഡോക്ടറാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആണ് പല വിദ്യാർത്ഥികളും ആൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന വളരെ കഠിനമായിട്ടുള്ള നീറ്റ് പരീക്ഷകൾ അവർ പഠിക്കുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് അതിൽ ഉയർന്ന റാങ്ക് വാങ്ങി അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ ദന്തൽ കോളേജിലെ സീറ്റിൽ, ഗവൺമെന്റ് സീറ്റിൽ പഠിക്കുവാൻ ഭാഗ്യം ലഭിച്ച് അത് പൂർത്തിയാകാതെ നമ്മെ വിട്ടുപോയ നിതിൻ രാജിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അദ്ദേഹത്തിന്റെ മരണം. ആ മരണകാരണം, യഥാർത്ഥ കാരണം എന്താണ് എന്ന് ആവശ്യപ്പെടുവാനാണ് നാം ഇവിടെ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. സെക്യുലറിസവും എല്ലാം തന്നെ അതിൻ്റെതായ രീതിയിൽ നമ്മുടെ രാജ്യത്തെ നടപ്പിലാക്കാൻ കഴിയുന്ന രീതിയിൽ ശ്രീ അംബേദ്കർ നമ്മുടെ ഭരണഘടന തയ്യാറാക്കി നമുക്ക് നൽകുമ്പോൾ ഈ 21ാം നൂറ്റാണ്ടിലും സോഷ്യൽ ഇൻജസ്റ്റിസും ജാതിവെറിയും കൊടികുത്തി വാഴുകയാണ്. ഇതിനെതിരെയാണ് മതേതര വിശ്വാസികളായ, ജനാധിപത്യ വിശ്വാസികളായ നമ്മളെല്ലാവരും ഒരുമിക്കേണ്ടത്. ഇതൊരു പാർട്ടിയുടെ മാത്രം വിഷയമല്ല, ഇതൊരു മതസംഘടനയുടെ മാത്രം വിഷയമല്ല, ഇതൊരു ജാതി സംഘടനയുടെ മാത്രം വിഷയമല്ല. ഇത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന, നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്ന ഈ ജനസമൂഹത്തിന്റെ വിഷയമാണ്. പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരാൾ പഠിച്ച് അദ്ദേഹം ഗവൺമെന്റ് ജോലി നേടുന്നതിനോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനോ അവനവന്റെ ജീവിത സാഹചര്യങ്ങളെ എതിർത്ത് തോൽപ്പിച്ച് ആ സ്ഥാനത്തെത്തുമ്പോൾ ആ ആഗ്രഹം നിറവേറ്റാൻ ഡോക്ടർ റാമിനെ പോലുള്ള മനോഭാവമുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ അത് തടയിടുകയാണ്. വളരെ രൂക്ഷമായി പ്രത്യക്ഷത്തിൽ ജാതിവെറി നടത്തുന്ന ഇങ്ങനെയുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവരുടെ എന്ത് കാര്യം കൊണ്ടാണോ അവർ ഈ കാര്യം നിതിൻ രാജിനെ കൊലപ്പെടുത്താനായിട്ട്
അവർ ഇറങ്ങിത്തിരിച്ചത്? എന്തിന്റെ പേരിലാണ്? അവർക്ക് ഒരു ഡിഗ്രി ഉള്ളതിന്റെ പേരിലാണല്ലോ, ഒരു ഡോക്ടർ എന്നുള്ള പദവി ഉള്ളതിന്റെ പേരിലാണല്ലോ അദ്ദേഹം ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. ആ പദവി തന്നെ ക്യാൻസൽ ചെയ്യണമെന്നുള്ള ശക്തമായ പ്രതിഷേധമാണ് ലോക് ജനശക്തി പാർട്ടിക്ക് പറയാനുള്ളത്. ഇത് നമ്മളെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. നമ്മൾ എപ്പോഴും കാണാറുണ്ട്, ഒരു സംഭവം നടക്കുമ്പോൾ എല്ലാ കക്ഷത്തുള്ള ആൾക്കാരായാലും പ്രതിപക്ഷത്തുള്ള ആൾക്കാരായാലും ഈ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ വന്ന് സമരം കൂടി പോകുന്നുണ്ട്. പല പല സംഭവങ്ങൾ നടന്നുപോയി. പക്ഷെ നമ്മൾ മീഡിയകളെല്ലാം റിപ്പോർട്ട് ചെയ്ത് കുറേ ദിവസം അതിന്റെ പുറകിൽ പോയി. എല്ലാവരും അതിന്റെ പിറകെ നടന്നിട്ട് ആ ഒരു കുറച്ച് ദിവസം മീഡിയയിലും മറ്റുള്ള കാര്യങ്ങളിലും വാർത്തകൾ വരും. അത് പിന്നെ എന്താണെന്ന് അറിയാതെ നമ്മളത് അവസാനിക്കുന്നുണ്ട് അവിടെ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ ആരംഭിച്ചിരിക്കുന്ന നിരാകാര സമരം ഒരു തുടക്കം മാത്രമാണ്. കാരണം ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ, എന്തുകൊണ്ടാണ് നിതിന് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ കോളേജിലെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് പ്രിൻസിപ്പാളിന്റെ റൂമിൽ കൂടിയ വീഡിയോ ഉൾപ്പെടെ നമ്മൾ കാണാറുണ്ടായി. മീഡിയ പുറത്തുവിട്ട വീഡിയോസ് നമ്മൾ കാണുകയുണ്ടായി. അതിനകത്ത് HOD ആയ ക്ലാസ് ടീച്ചർ, അതുപോലെ തന്നെ പ്രിൻസിപ്പാള് റൂമിൽ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ടീച്ചറിനെ, ആ HOD ആയിട്ടുള്ള ഒരു പ്രൊഫസർക്ക് ഇങ്ങനെ ഒരു അനുഭവം, ഒരു ലോൺ എടുത്തു എന്ന് പറഞ്ഞ നിസ്സാരമായ ഒരു ലോൺ പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് എടുത്തു എന്ന് പറയുന്നതിന്റെ ഒരു കോളുകൾ വരുന്നുണ്ടെങ്കിൽ അത് അവരെ വീട്ടിൽ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്കില്ലേ? എന്തുകൊണ്ട് അങ്ങനെ ഒരു ഫോൺ അവർക്ക് നിരന്തരമായി വന്നപ്പോൾ അവർ വീട്ടിൽ അറിയിച്ചിട്ടില്ല? മാതാപിതാക്കളെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ആ HODക്ക് ഇല്ലേ? ചുമ്മാ ചെന്ന് ചേർന്നതല്ലല്ലോ കോളേജിലെ. അഡ്മിഷൻ എടുത്ത് പേരൻസിന്റെയും കൂടെ അറിവോട് കൂടിയാണ് ആ കോളേജിലേക്ക് നമ്മൾ പോകുന്നത്. നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മളെ മക്കള് നമ്മളെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ പുതിയ 10ാം ക്ലാസ്സും +2 കഴിയുമ്പോൾ കുട്ടികൾ വീട്ടിൽ പറയുന്നത് പുറത്തു പോയാൽ മതി, ഇന്ത്യ വിട്ടു പോകണം, UK-യിലും കാനഡയിലും ഒക്കെ പോകണം. ഇപ്പൊ നടക്കുന്ന എന്താണ്? അവിടെ പോയ എല്ലാ വിദ്യാർത്ഥികളും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ കേരളത്തില്, ഇന്ത്യക്കകത്ത് നമുക്ക് നമ്മുടെ കേരളം ഭരിക്കുന്നവർ നമുക്ക് വേണ്ട ഒരു സുരക്ഷാ സംവിധാനങ്ങള് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നായാൽ പോലും അത് എങ്ങനെ പറയാൻ പറ്റും? മുന്നോടിയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിയമസഭ ഭരിച്ചിട്ട് നിയമസഭയിൽ കയറിയിട്ട് നിയമസഭ സ്പീക്കറിന്റെ കസേര എടുത്തെറിഞ്ഞ ആളാണ് വിദ്യാഭ്യാസ മന്ത്രി. അപ്പൊ പിന്നെ എന്തായിരിക്കും നടക്കുന്നത്? ഇതുപോലെ മുന്നിൽ നടന്നു സിദ്ധാർത്ഥിന്റെ ഭരണം. അതുപോലെ തന്നെ ഈ സ്ഥലത്ത് ഞാനൊരു നഴ്സ് കൂടിയാണ്. പഴയ കാലത്ത് പഠിച്ച് 18 വർഷം വർക്ക് ചെയ്തു, മതിയായി. കാരണം മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാതെ മതിയാക്കി വെച്ചിരിക്കുകയാണ് ജോലി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഇവിടെ നമ്മളെ കിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. എന്തുണ്ടായി? ഒരു പാരന്റ്സ്, കണ്ണ് കണ്ടുവിടാത്ത പാരന്റ്സ് ഇവിടെ വന്ന് സമരം ചെയ്തു. പിന്നെ എന്തായി? ആരെങ്കിലും അത് പിന്നീട് അന്വേഷിക്കുന്നുണ്ടോ? ആരെങ്കിലും അതിന്റെ പിറകിൽ പോയോ? അതെല്ലാം ഒതുക്കി തീർത്തു. മാനേജ്മെന്റ് ഇടപെട്ട് ഒതുക്കി തീർത്തു. അതിനാരെങ്കിലും മീഡിയാസ് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പിന്നീട് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടോ? ഇതിനൊന്നും നമ്മൾ ഇതിനകത്ത് ജനങ്ങളായിട്ട് നമ്മൾ പാർട്ടിക്കാരായ സംഘടനയിൽ ഇറങ്ങി തിരിച്ചാൽ അത് നമ്മൾ അതിന്റെ കൂടെ ഉണ്ടാവണം. ഇവിടെ തന്നെ പലരും അത് പറയുന്നത് മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ 28-ാം തീയതി കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരു ഹർത്താലുണ്ട്. കേരളത്തിലെ ദലിത് സംഘടനകൾ, 59ഓളം ദലിത് സംഘടനകൾ ചേർന്ന് നടത്തുന്ന ഒരു ഹർത്താലാണ് 28-ാം തീയതി നടക്കാൻ പോകുന്നത്. അവരുടെ നോട്ടീസിൽ അവർ പറയുന്നത് പോലും ഈ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ്. ഈ മരണത്തിൽ ഒരു ദുരൂഹതയുമില്ല. ഈ മരണം ഒരു കൊലപാതകം തന്നെയാണ്. കാരണം അത് കൊലപാതകമാണെന്ന് ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായി ആ പിതാവും അദ്ദേഹത്തിന്റെ ഈ നിതിൻ രാജിന്റെ കുടുംബവും കൊലപാതകമാണെന്ന് പറയുന്നത് തന്നെ ഞാൻ ആ കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ്. കാരണം മരണത്തിന്റെ അന്ന്, ആ മരണ ദിവസം അവിടെ പോയിട്ടുള്ള കൂട്ടത്തിൽ ഏറ്റവും അവസാനം ആ മരണം അദ്ദേഹത്തിന്റെ നിതിൻ രാജിന്റെ ആ ബോഡിയൊക്കെ അടക്കം ചെയ്തതിന് ശേഷം ഈ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഏറ്റവും അവസാനം ആ വീട്ടിൽ നിന്നും പോരുന്ന ഒരാൾ ഞാനാണ്. എന്റെ 3 മണി 4 മണി സമയമായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഞാൻ അവിടെ നിൽക്കാൻ കാരണം പ്രധാനമായിട്ടും ഞാൻ ആ നിതിൻ രാജിന്റെ ബോഡി കണ്ടപ്പോൾ
എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ ആ കൊച്ചന്റെ മോന്റെ മുഖത്ത് നോക്കിയപ്പോൾ മുഖത്ത് യാതൊരു പാടുമില്ല. ഒന്നുകിൽ ഒരു പല്ല് പോകണം, അല്ലെ ചിറിയൊന്ന് പൊട്ടണം, അല്ലെങ്കിൽ നെറ്റിക്കോ മുഖത്ത് എവിടെങ്കിലും ഒരു പാടുണ്ടാകണം. 3 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴെ ചാടി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കൈയോ, ഞാൻ ആ വീട്ടിൽ പലരോടും അവിടെ നിന്ന പലരോടും ചോദിച്ചപ്പോൾ ഈ കാര്യം ഒന്നും ഒടിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ വെച്ച് ഞാൻ ആ മരണമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നിതിൻ രാജിന്റെ വീട്ടിൽ എനിക്ക് ആരും പരിചയമില്ല. ഞാനപ്പോൾ നിതിൻ രാജിന്റെ ആ വീട്ടിൽ നിന്ന് ഒരാളോട് ചോദിച്ചു, അച്ഛനും അമ്മയല്ലാതെ നിതിൻ രാജിന്റെ ഏറ്റവും അടുത്ത ബന്ധു ആരുണ്ട് ഇവിടുന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ എന്നെ ഒരു ചെറുപ്പക്കാരനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിൽക്കുന്നത് നിതിൻ രാജിന്റെ മൂത്ത അളിയനാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് 20 മിനിറ്റ് അവിടെ നിന്ന് ആ ഫോൺ ചെയ്ത് തീരുന്നതിന് വേണ്ടി. അവിടെ എന്നിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ നിതിൻ രാജിന്റെ അളിയനാണെന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഈ ബോഡി കണ്ണൂരേക്ക് കണ്ണൂർ ഈ ബോഡി കൊണ്ടുവരാൻ വേണ്ടി പോയത് ആരൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഞാനുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ 1-2 ബന്ധുക്കളുണ്ടായിരുന്നു, പാർട്ടിയുടെ ആൾക്കാരാണ്. പാർട്ടി എന്ന് പറയുന്നത് CPM-ന്റെ PKS-ന്റെ ആൾക്കാരാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ആദ്യം ഞാൻ ചോദിച്ചത്, നിങ്ങൾ നിതിൻ രാജ് വീണ് കിടന്ന സ്ഥലം പോയി കണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ് കണ്ടില്ല. ഞാൻ ചോദിച്ചു, എന്താ കാണാഞ്ഞത്? അവര് നമ്മളെ കാണിച്ചില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ നിതിൻ രാജിന്റെ അളിയനല്ലേ, ആ സ്ഥലം നിങ്ങൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ കാണിച്ചില്ല എന്ന് നിങ്ങൾ എന്താ ചോദിക്കാനെന്ന് ചോദിച്ചു. അല്ല, നിങ്ങളുടെ കൂടെ വന്ന പാർട്ടിക്കാരില്ലേ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരാ കൂടെ പോയത്, അവരെ കൊണ്ട് നിങ്ങൾ ചോദിപ്പിക്കാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അവര് കാണിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, ഈ നിതിൻ രാജിന്റെ ശരീരത്തിൽ എന്തൊക്കെ ഇൻക്വസ്റ്റ് നടത്തിയപ്പോ നിങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ഉണ്ട്, ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ഞങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എന്തൊക്കെ പരിക്കുണ്ടായിരുന്നു ചോദിച്ചു. അപ്പൊ കൈയൊന്നും ഒടിഞ്ഞിട്ടില്ല, കാലൊന്നും ഒടിഞ്ഞിട്ടില്ല, നെറ്റിക്കൊന്നും മുറിവില്ല, പല്ലൊന്നും പോയിട്ടില്ല, എല്ലാം കറക്റ്റാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഇദ്ദേഹം ഈ കുട്ടി 3 നിലയുടെ മണ്ടയ്ക്ക് ചാടിയാൽ ഇങ്ങനെ വിഷയം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇനിയും മുതൽ ഞാൻ ഈ പറയുന്ന സമയം മുതൽ നിങ്ങൾ TV ചാനലിന്റെ മുന്നിൽ നിങ്ങളുടെ കുടുംബക്കാരും നിതിൻ രാജിന്റെ അച്ഛനും അമ്മയും അടക്കമുള്ള ആൾക്കാര് TV ചാനലിന്റെ മുന്നിൽ സംസാരിക്കുമ്പോൾ ഇതൊരു കൊലപാതകമാണ് എന്ന് മാത്രം പറയുക. ഇതൊരു കൊലപാതകമാണ്. അതുകൊണ്ട് കൊലപാതകം എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ, അതൊരു പക്ഷേ നമ്മുടെ ഈ വയനാട്ടിൽ ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥിയെ, നെടുമങ്ങാട് തന്നെയുള്ള വിദ്യാർത്ഥിയെ എന്റെ സുഹൃത്തോട് സൂചിപ്പിക്കുകയുണ്ടായി. ആ കുട്ടിയെ റൂമിലിട്ട് അടിച്ചു കൊണ്ട് വെളിയിൽ കൊണ്ട് കളയുമായിരുന്നു എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ മോനെ റൂമിലിട്ട് ഇടിച്ച് തല്ലി കൊണ്ടുവന്ന് വെളിയിലിട്ടതാകാനാണ് സാധ്യത.